അതിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും മാറ്റം ഈ ഒരു 2025 നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ BEd പഠിക്കുന്ന സമയത്ത്, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കണ്ടതിൽ ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തും ഉണ്ടായ മാറ്റം എന്താണെന്നുള്ളത്? പിന്നെ ഒക്കെ വന്നതിന് ശേഷം അതിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ബോർഡ് മാസ് ഒരു ആൻസറൊക്കെ നോക്കിയിട്ട് തെറ്റി, ഫോട്ടോ എഡിറ്റിങ്ങിനും ഒക്കെ. പക്ഷെ എനിക്കത് അറിയണ്ടായിരുന്നില്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുമില്ല. ഈ പെർപ്ലെക്സിറ്റി, ഡീപ് സീക്ക് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ChatGPT മാത്രമായിരുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയൊരു ടൂൾ ഉണ്ടായിരുന്നു? ഹായ് ഗീതിക, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഐഫറിൻ്റെ AI for ടീച്ചേഴ്സ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണല്ലേ? ഓക്കെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എന്താണ് നിങ്ങൾ, എവിടെയാണ് സ്ഥലം, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കറൻറ്റ് പ്രൊഫഷൻ എന്താണ്, സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ഒന്ന് പറയാമോ? സർ, പേര് ഗീതിക, വീട് ഇവിടെ തന്നെയാണ്, വെള്ളിപ്പറമ്പ്. PG കഴിഞ്ഞിട്ട് BEdും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 24 പാസ് ഔട്ടാണ്. കഴിഞ്ഞിട്ട് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നെറ്റ് എക്സാം ഐഫറിൽ തന്നെയാണ് നെറ്റ് ചെയ്യുന്നത് ആണല്ലേ? ഓക്കെ. ഐഫറിലേക്ക് വരാനുണ്ടായ കാരണം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അറിഞ്ഞത് ഐഫറിനെ പറ്റി? ഐഫറിലെ ഒരു ഓഫീസ് സ്റ്റാഫ് വഴി അറിഞ്ഞതാണ്. ഓക്കെ. അപ്പം ഒരു 3 അറ്റംപ്റ്റ്സോളം കഴിഞ്ഞു, ക്ലിയർ ആവാത്തതുകൊണ്ട് പിന്നെ കോച്ചിങ്, കാരണം BEdും കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ, പഠിക്കാൻ ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. ഓക്കെ. അപ്പോൾ സെറ്റ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞല്ലേ? ഓക്കെ. ഓക്കെ, സെറ്റ് ക്വാളിഫൈഡ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ BEd പഠിക്കുന്ന സമയത്ത് എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ സ്കൂളായിട്ട് ബന്ധം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അല്ലാതെ വേറെ എന്തെങ്കിലും സ്കൂൾ എക്സ്പീരിയൻസ് ഉണ്ടോ? ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടോ? ട്യൂഷൻ എടുക്കുന്നുണ്ട്. സ്കൂളിൽ വേറെ എക്സ്പീരിയൻസ് ഇല്ല, ടീച്ചിങ് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. ട്യൂഷൻ ഞാനൊരു 12th കഴിഞ്ഞപ്പം തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ഹോം ട്യൂഷൻ എടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾ BEdന് സമയത്ത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പഠിച്ച സ്കൂൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും എന്താ പറയുക, UP മുതൽ LP മുതൽ ഇങ്ങനെ പഠിച്ച് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലും മാറ്റം ഈ ഒരു 2025 നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ BEd പഠിക്കുന്ന സമയത്ത്, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കണ്ടതായിട്ട് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ പഠിക്കുന്ന സമയത്തും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തും ഉണ്ടായ മാറ്റം എന്താണെന്നുള്ളത്? ഞാൻ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ആ ഒരു ടൈമിൽ സ്മാർട്ട് ബോർഡൊക്കെ വന്നു തുടങ്ങി. അതും എല്ലാ ക്ലാസ്സിലും സ്മാർട്ട് ബോർഡ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്ലാസ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്ക് നമുക്ക് സ്മാർട്ട് ബോർഡുള്ള ക്ലാസ്സിൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് എല്ലാ ക്ലാസ്സിലും സ്മാർട്ട് ബോർഡ് ആയിട്ടുണ്ട്. സ്മാർട്ട് ബോർഡ് പിന്നെ പ്രസൻറ്റേഷനൊക്കെ PPTയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ. അല്ല, അങ്ങനെ സ്മാർട്ട് ബോർഡ് ക്ലാസ്സിൽ ഉണ്ട് എന്നതല്ലാതെ അത് ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കുന്നത് റെയറാണ്. അതായത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. ജസ്റ്റ് ക്ലാസ്സുകൾ മാറിയിട്ടുണ്ട് എന്നല്ലാതെ അത് മാക്സിമം എന്ത് ചെയ്തിട്ടില്ല, യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ BEd എടുക്കാണ്ടായ കാരണം ടീച്ചിങ്ങിനോട് ഇഷ്ടമായിട്ടല്ലേ? അപ്പോൾ ടീച്ചിങ്ങിനോട് എങ്ങനെ ഇഷ്ടം വന്ന്, അല്ല ടീച്ചിങ് വേണമെന്ന് ആഗ്രഹം? അത് ടീച്ചേഴ്സാണ്. എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് കാരണമാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വരാനുള്ള റീസൺ. കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അച്ഛനമ്മയൊക്കെ വേറെ ഫീൽഡാണ്. അപ്പം ഇത് തന്നെയാണ് സോൾ റീസൺ. അല്ല, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിന് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ആ ഒരു ഇൻസ്പിറേഷൻ വന്നത്? അത് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. ലൈക്ക് എല്ലാ ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നല്ലപോലെ ഞാനിപ്പം 10th പഠിക്കുന്ന സമയത്ത് സയൻസിൽ കുറച്ച് ഭയങ്കര വീക്കായിരുന്നു. അപ്പം ഈ റെമഡിയൽ ക്ലാസ്സസിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 11th വരുമ്പോൾ സബ്ജക്റ്റ് ഏതാ ചൂസ് ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആദ്യം. അങ്ങനെയാണ് സയൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്സിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കൊമേഴ്സിൽ ഇവിടെ 84 കഷ്ടിച്ചാണ് എനിക്ക് 10th CGPA 8.4 കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഈ ടീച്ചേഴ്സ് മാത്രമാണ് ദ റീസൺ. 12th എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അതായത് SLC കഷ്ടിച്ച് പാസ്സായ നിങ്ങൾ 12th സമയത്ത് എന്ത് ചെയ്തു? നല്ല മാർക്ക് സ്കോർ ചെയ്തു. ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ കാരണം നിങ്ങൾ +2 എത്തും. അപ്പോൾ +2 നിങ്ങൾ BComലേക്കും അതുപോലെ തന്നെ MComലേക്കും പിന്നെ BEdലേക്കും ഉണ്ടായ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നിയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പിന്നിലുണ്ടായിരുന്നോ? അല്ല, കൊമേഴ്സ് എടുത്തതുകൊണ്ട് ബേസിക് ഡിഗ്രി BCom വേണം എന്നുള്ള രീതിയിലാണ് പിന്നെ BCom ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് MCom ചെയ്യാനുള്ള റീസൺ, BEd ചെയ്യണമെങ്കിൽ കോമേഴ്സിൽ BCom കഴിഞ്ഞാൽ പിന്നെ MCom PG കഴിഞ്ഞിട്ടേ BEd എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കാണ് ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ MCom കൂടെ എടുത്തു. അങ്ങനെ PG കഴിഞ്ഞ്
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള ഏത് ഫീൽഡിലേക്കാണ്? അത് സ്കൂൾ ലെവലാണോ, കോളേജ് ലെവലാണോ? സ്കൂളിൽ തന്നെ എൽ പി നിങ്ങൾക്ക് പറ്റില്ല, UP, ഹയർ സെക്കൻഡറി. ഇപ്പോൾ അത് തന്നെ കൊമേഴ്സ് എടുത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറി മാത്രമാണ് ഇപ്പോൾ ഒരു കൊമേഴ്സുകാർക്ക് ഇപ്പോൾ ഒരു പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ ലെവലാണോ കോളേജ് ലെവലാണോ പഠിപ്പിക്കാൻ താല്പര്യം, ഏറ്റവും കൂടുതൽ താല്പര്യം? ഇഷ്ടം LP ആണ്. LP ആണ്. പിന്നെ കൊമേഴ്സ് കഴിഞ്ഞ് MCOM കഴിഞ്ഞ് അങ്ങനെ ഡൈവേർട്ടായി പോയതുകൊണ്ടാണ് പിന്നെ LP നെ പറ്റി ചിന്തിക്കാത്തത്. ബട്ട് സ്റ്റിൽ സ്കൂളാണ് താല്പര്യം. സ്കൂളാണ് താല്പര്യം. കാരണം ആ ഒരു ചെറിയ മക്കളെ ആ രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരോട് ഇടപഴകാൻ, അങ്ങനെയാണോ? ചെറിയ കുട്ടികളെ ഇഷ്ടമാണ്. പിന്നെ ട്യൂഷൻ എടുക്കുന്നതും കൂടുതലും 8th ലെവൽ വരെയാണ്. അപ്പം 8th ലോവർ പ്രൈമറി ഉള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടെ ആ ഒരു സ്കൂൾ ലെവലിലേക്ക് താല്പര്യം വന്നത്. എങ്ങനെയാണൊരു ടീച്ചിങ് നമ്മൾ പറയാറുണ്ട്, ഒരു നോബിൾ പ്രൊഫഷനാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനോട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ടീച്ചിങ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പ്രൊഫഷനിൽ നിന്ന് മാറിയിട്ട് ടീച്ചിങ്ങിന് എന്താ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയത്, ഒരു പേഴ്സണാലിറ്റീനെ നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റീനെ നമുക്ക് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എക്സ്റ്റെൻഡ് വരെ ടീച്ചേഴ്സിന് പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് റൂമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് റൂം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ 2025 എത്തി നിൽക്കുന്ന സമയത്ത് സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ മാറി AI ക്ലാസ് റൂമുകളൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ചിന്തകൾ മാറിയിട്ടുണ്ട്, പക്ഷേ ക്ലാസ് റൂം എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ടീച്ചർ AI ടൂളുകളെ പരിചയപ്പെടാം അല്ലെങ്കിൽ അറിയാം എന്നുള്ളതിൽ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് അറിയേണ്ട ആവശ്യമുണ്ടോ, ഇനി അതല്ല അങ്ങനെ വേണ്ടേ? അല്ല, നല്ലപോലെ ആവശ്യമുണ്ട്. കാരണം ഞാൻ ഇപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പോയിട്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് എന്താ പറയുക, ഇപ്പം കറൻ്റ്ലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് UAE. അപ്പം ഞാൻ മൊത്തം അതും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഈ PPT ഉണ്ടാക്കുക, പിന്നെ ഈ ഗൂഗിൾ മീറ്റിലാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ബോർഡിൻ്റെ പ്രശ്നം, അതേപോലെ സൂമിലേക്ക് വന്നപ്പം സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം AI വന്നുകൊണ്ട് ഇപ്പം ക്യാൻവയിൽ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ PPT ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു അതായത് ആ ഒരു കണ്ടൻറ്റ് റെഡി ആക്കണമെങ്കിൽ അത് സ്പോട്ടിൽ കിട്ടും. മറ്റേത് ഞാനൊരു 1 hour മുന്നേ ഇരുന്നിട്ട് ഇന്ന് എന്താ എടുക്കണ്ടേ നോക്കി അതിന് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പം വിത്തിൻ മിനിറ്റ്സ് എല്ലാം പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ. ടൈമിന് നമുക്ക് കൂടുതൽ ലാഭിക്കാൻ പറ്റുന്നുണ്ട് അതാണ്. അത് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ മനസ്സിലാക്കിയതാണോ, അല്ലെങ്കിൽ കോഴ്സ് എടുത്തതിന് ശേഷമാണോ നിങ്ങൾക്ക് ഈ ഒരു ഇത്രത്തോളം അത് എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് മനസ്സിലായത്? അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബിഗിനർ ആയിരുന്നോ, അല്ലെങ്കിൽ ബേസിക്സ് ആയിരുന്നോ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരുന്നോ? ബിഗിനർ. ഞാൻ ChatGPT കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 22 മുതൽ ChatGPT യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കോഴ്സ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ChatGPT മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ AI ഒക്കെ വന്നതിന് ശേഷം അതിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ബോർഡ് മാസ് ഒരു ആൻസറൊക്കെ നോക്കിയപ്പോൾ തെറ്റി. എനിക്ക് 3 ആൻസേഴ്സൊക്കെ കിട്ടി. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ 3 ആൻസേഴ്സൊക്കെ കിട്ടി. അപ്പം പിന്നെ ഒരുപാട് ആപ്പ് ഉണ്ട്. ബട്ട് അതെങ്ങനെ, ഇപ്പോൾ ക്യാൻവ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് കുറേ പേരുണ്ട് ഈ ഫോട്ടോ എഡിറ്റിങ്ങിനും ഒക്കെ. പക്ഷെ എനിക്കത് അറിയണ്ടായിരുന്നില്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുമില്ല. അപ്പോൾ അതേപോലെ ഒരുപാട് ആപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ക്യാൻവയിൽ മറ്റേ വൈറ്റ് ബോർഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഗൂഗിൾ മീറ്റിൽ നിന്ന് ഞാൻ സ്വിച്ച് ചെയ്തിട്ട് മറ്റേ ഗൂഗിൾ മീറ്റിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് മറ്റേ ഫോണിലെ നോട്ട്സ് എടുത്തിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ ക്ലാസ് എടുത്തോണ്ടിരുന്നത്? അതെ. ഇപ്പോൾ ഞാൻ വൈറ്റ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്, ക്യാൻവയിൽ വൈറ്റ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ അത് ഇത് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ ഈ പെർപ്ലെക്സിറ്റി, ഡീപ്സീക്ക് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ChatGPT മാത്രമായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ആപ്പുണ്ട്, ഒരുപാട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇതായിരുന്നു. പിന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആപ്പ്, ഇതൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഈ കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ, ടൂളുകൾ കുറേ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ മനസ്സിലായിട്ടുണ്ട്. ChatGPT അല്ലാതെ ഒരുപാട് ടൂളുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയൊരു ടൂൾ ഉണ്ടായിരുന്നോ? എജുവേഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ UAE ആ ഒരു സ്റ്റുഡൻറ്റ്, അവരുടെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ലെവൽ, ആള് KG ആണ്. ബട്ട് ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് ഷീറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം
അവരുടെ വർക്ക് ഷീറ്റ് തന്നെ അഡ്വാൻസ്ഡ് ലെവലാണ്. അപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് ഇപ്പം എക്സാമിൻ്റെ പ്രീവിയസ് ഡേ ആയിരിക്കും നമുക്ക് ആ ഒരു വർക്ക് ഷീറ്റ് കിട്ടുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ തന്നെ ഇപ്പം ഒരു 5 questions ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ഒരു 20 to 30 questions പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടുക, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുക, അതൊക്കെ എജുവേഡിന്ന് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇരുന്ന് ഉണ്ടാക്കാറായിരുന്നു, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ സമയം ലാഭിച്ചു എന്നല്ലേ. അപ്പോൾ നമ്മളൊരു ടീച്ചർ എന്ന് പറയാൻ നമുക്കറിയാമല്ലേ, രാവിലെ ഒരു 9 മണി അല്ലെങ്കിൽ 10 മണി മുതൽ സ്കൂളിൽ പോയാൽ വൈകിട്ട് 5 മണി വരെ, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന വീട്ടിലെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറഞ്ഞ സമയം മാത്രമേ നാളത്തെ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ടൂളുകൾ കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ നിങ്ങൾ ചിലപ്പം ടീച്ചേഴ്സാണ് നിങ്ങളുടെ ഒരു കരിയറിനെ എന്താ പറയുക അതിൻ്റെ ഒരു പിന്നിലുള്ള ആളെന്ന് പറഞ്ഞു. പക്ഷെ പല ആൾക്കാർക്ക് ആ ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം കുറേ മുന്നേ നമുക്കറിയാം ടീച്ചേഴ്സ് എന്ന് ചിലപ്പോൾ ഒരു റഫ് മൈൻഡുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് സമയമില്ലാത്തതുകൊണ്ട് ക്ലാസ് എടുക്കേണ്ടി വരും. ഈ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ സമയമേ കുറഞ്ഞ സമയത്തിൽ ക്ലാസ് എടുക്കേണ്ടി വരും. ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് സമയം ഇല്ലാത്ത പ്രശ്നം കാരണം കുട്ടികളെ നോക്കാൻ പറ്റാത്ത അവസ്ഥ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. ആ ടീച്ചേഴ്സിൻ്റെ കുറ്റമല്ല, കാരണം എന്താ സമയമില്ലാത്ത പ്രശ്നം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ സമയം നമുക്ക് ഈ ടൂളുകളിൽ നിന്നൊക്കെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ഈ ടൂളുകളൊക്കെ പരിചയപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരമാവും എന്നാണോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? യെസ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കുറേ ടൂളുകൾ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെങ്ങനെ അതിൽ കൂടുതൽ നിങ്ങൾ ഈ കോഴ്സിലേക്കുള്ള പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് അല്ലാതെ നിങ്ങളല്ലാതെ ഇപ്പോൾ ഈ ട്യൂഷന് വേണ്ടി മാത്രമാണല്ലേ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ടൂളുകളൊക്കെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്, ആൾ UK യിലാണ്, അപ്പോൾ ഈ അവിടെ റിസർച്ച് ഉണ്ടല്ലോ, അപ്പോൾ അത് നോർമലി നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടാണല്ലോ ചെയ്യിപ്പിക്കുക. അപ്പം അവളെ കുറേ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ഡോക്യുമെൻ്റ് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ നോട്ട്ബുക്ക് LMലാണ് അല്ലേ. അപ്പം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മറി ഒക്കെ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഓൾറെഡി ഇപ്പോൾ വിക്കിപീഡിയ ഒക്കെ പോയി ബ്രൗസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കിയൊരു ഡോക്യുമെൻ്റ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ അതിലുണ്ടാകും, നമുക്ക് ഉദ്ദേശകാരമൊന്നും കിട്ടില്ല. പക്ഷേ അതിന് പകരം നമുക്ക് ബാക്കിയുള്ള ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് കണ്ടന്റ് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നോട്ട്ബുക്ക് എല്ലാം ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ യൂട്യൂബിൽ ലിങ്ക് ഷെയർ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ എന്താണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട്ബുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൂളുകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ കോഴ്സിൽ തന്നിട്ടുള്ള അസൈൻമെൻറ്റും മിനി പ്രൊജക്റ്റും ക്യാപ്സ്റ്റൺ പ്രൊജക്റ്റൊക്കെ എങ്ങനെ നിങ്ങൾക്ക് നല്ലതായിരുന്നു പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച കോഴ്സിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളായിരുന്നു അത്? അതെ അതെ, കാരണം ഒരു പർട്ടിക്കുലർ ആപ്പ് അല്ലാണ്ട് മൾട്ടിപ്പിൾ ആപ്പുകൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സൈറ്റുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അതിൻ്റെ ഒരു ഇൻട്രോ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് നമ്മൾ എടുക്കുന്നത് ഒരു ആപ്പിൽ നിന്നായിരിക്കും. അതേപോലെ അതിലേക്ക് വേണ്ട പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് അതിനെ സപ്പോർട്ട് PPT, അസൈൻമെൻറ്റിലുണ്ടായിരുന്ന ആ ഒരു PPT, അപ്പോൾ അത് വേറെ ആപ്പിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ കൺക്ലൂഷൻ അല്ലെങ്കിൽ സമ്മറി ഒക്കെ എടുത്തിരുന്നത് വേറെ ആപ്പിൽ നിന്നാണ്. അപ്പം ആ രീതിയിൽ എല്ലാ ആപ്പും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയപ്പം കൂടുതലായിട്ട് പഠിക്കാൻ പറ്റി. അതായത് യൂസ്ഡ് ആയിപ്പോയി, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ടീച്ചിങ്ങിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലെവൽ, അതിനുശേഷം ഈ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലെവൽ എങ്ങനെ മാറിയിട്ടുണ്ട്? നിങ്ങൾ വീണ്ടും ലെവൽ കുറയുകയാണോ ചെയ്തത്, എല്ലാ ലെവലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻക്രീസ് വന്നിട്ടുണ്ടോ? ഇൻക്രീസ് വന്നിട്ടേ ഉള്ളൂ. ടൈമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈം തന്നെയാണ് ഏറ്റവും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ ഈ വർക്ക് ഷീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ടൈം അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ടൈം പോവുക. കാരണം ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്ന് പഠിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ട്യൂഷൻ ഇത്രയും കാലം എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഒരു ബ്രേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു ഹോം ട്യൂഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ല ഓൺലൈൻ ട്യൂഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ 2-3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു 1 hourൻ്റെ സെഷൻ തീർക്കുന്നത്, അതിന് ലൈക്ക് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ അതിന് ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ 1 hour ക്ലാസ്സിൻ്റെ മുന്നേ ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. PPT റെഡിയാവും, ക്വസ്റ്റ്യൻസും റെഡിയാവും. ഒരു കാര്യം അറിയില്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റും റെഡിയായി, അതൊന്ന് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പഠിത്തവും കഴിഞ്ഞു. ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ടീച്ചർ എന്ന നിലയിൽ ഇപ്പോൾ നാളെ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ലെസൺ പ്ലാൻ അനുസരിച്ച് അസസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് ഗ്രേഡിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ സമയം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. അത് കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് മാത്രമല്ല, ഞാനിപ്പോൾ സ്റ്റിക്ക് ഓൺ ടു സിലബസ് മാത്രം പഠിപ്പിക്കാൻ
അല്ല എനിക്കിഷ്ടം. അതായത് ഇപ്പം 1-2 പോയിന്റ് നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക, അല്ലെങ്കിൽ അതിൽ 2-3 പോയിന്റ് ഇപ്പം ആഡ് ഓൺ ചെയ്യണം, അതൊക്കെ പഠിക്കുക എന്നുള്ളത് ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ലെസൺ പ്ലാൻ ഇപ്പം ChatGPT യൂസ് ചെയ്തിട്ട് ഞാൻ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. A4 അസൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഒരു സിലബസ് സ്പെസിഫിക് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ തരുമ്പം വേറെയും ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ അസൈൻമെൻറ്റ് ബ്രീഫ് ചെയ്യേണ്ട കാര്യങ്ങൾ വരും, ഹോംവർക്ക് കൊടുക്കുക, അതിനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു സമയം ലാഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഡെലിവറി ചെയ്യുന്നതിനുപരി കുട്ടികളെ കുറച്ചും കൂടെ അടുത്തറിയാൻ ഇത് സഹായിക്കുമല്ലേ? അതായത് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ലെസൺ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ChatGPT അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം അവിടെ ലാഭം കിട്ടി. അപ്പോൾ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ നന്നായിട്ട് പോകും. മറ്റേത് ക്ലാസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഞാനത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഒരു 15 minutes ഒക്കെ എടുക്കും. പക്ഷേ ഇത് നേരെ അടുത്ത ടാബ് എടുക്കുക, സെർച്ച് ചെയ്യുക, കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവാം, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇതൊക്കെ കുറഞ്ഞു പോകുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഡൗട്ട് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത്രയും കാര്യം നിങ്ങൾ യൂസ് ചെയ്തു, അതായത് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്തവരെ ജസ്റ്റ് ChatGPT മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇനി അതല്ല 2022 മുന്നേ വരെ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി കുറവാണോ വന്നത്? ഇനി അതല്ല അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രശ്നങ്ങൾ വരുന്ന, അതായത് നമ്മളിപ്പോൾ ഇത് വായിച്ചിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു 2 ടാബ് എടുത്ത് വെച്ചു, ഇത് വായിച്ചിട്ട് അത് അതേപോലെ നമ്മൾ ഇത് നോക്കി വായിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒരു അഡ്വാൻസ്മെൻറ്റ് വരുന്നില്ല. പക്ഷെ നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളുടേതായ രീതിയിൽ അത് ഡെലിവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ AI ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ AI ഒരിക്കലും ടീച്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷേ AI അറിയാത്ത ടീച്ചേഴ്സ് അറിയുന്ന ടീച്ചേഴ്സ് അറിയാത്ത ടീച്ചേഴ്സിന് എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ AIനെ നിങ്ങൾ ജസ്റ്റ് ബ്ലൈൻഡ്ലി വിശ്വസിച്ചുകൊണ്ട് അതേപോലെ പകർത്തുകയാണെങ്കിലും എന്ത് ചെയ്യും? അവരെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിന് പകരം AIനെ നമ്മൾ എപ്പോഴും ഒരു അസിസ്റ്റൻ്റ് ആക്കി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴും അവർ പറയുന്നുണ്ട് 99% മാത്രമേ ഇതിൽ ട്രൂ ഉള്ളൂ, ബാക്കിയുള്ള 0.01 എന്താണ് ഇപ്പോഴും ഒരു ഫോൾസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സാണ്, നമുക്ക് കോണ്ടന്റ് ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അസിസ്റ്റൻ്റായിട്ട് മാത്രമേ അതിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത് നമ്മുടെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളൊരു ഉത്തരം അതാണ്. കാരണം വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, നന്നായിട്ട് അതിനെ അസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളായിരിക്കണം അതിൻ്റെ മാസ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു 2025 നിൽക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാ മേഖലയിലും മാറ്റം വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷനിൽ എസ്പെഷ്യലി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു AI എഡ്യൂക്കേഷനിൽ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്കൂൾസ് നമ്മളിപ്പോഴും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ബോർഡ് പോലും ഇല്ലാത്ത സ്കൂളുകളുണ്ട്. അപ്പോൾ മൊത്തം എല്ലാം ഒന്ന് ഡിജിറ്റലായി വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഡിജിറ്റലായി വന്നു കഴിഞ്ഞാൽ നന്നാവും. ഒരു ട്രഡീഷണൽ വേണം. ഇപ്പോൾ അതായത് ട്രഡീഷണലിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിജിറ്റലും കൂടെ വേണം. അങ്ങനെയാണ് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം ഈ മൊബൈൽ ഗെയിംസ് അല്ലെങ്കിൽ എന്താ പറയുക റീൽസ് തുടങ്ങി യൂട്യൂബ് ഷോർട്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ വളരുന്നത്. അപ്പം അവർക്ക് എന്താ പറയുക ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ സ്മാർട്ട് ക്ലാസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള ഇത് അവരുടെ ഒരു കരിയറിൽ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ വേണ്ട അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇപ്പം ചേഞ്ച് ആവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി? ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് സ്കൂൾ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ കസിൻസിൻ്റെ സ്കൂളൊക്കെ നിങ്ങളിപ്പം ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നാളെ നിങ്ങൾ സ്കൂളിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ആ സ്കൂളിലേക്ക് വേണ്ട പ്രധാനമായും മാറേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കംപ്ലീറ്റ് സ്മാർട്ട് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അത് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്മാർട്ട് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഒരിത്.
പക്ഷെ ട്രഡീഷണൽ കംപ്ലീറ്റ് ആയിട്ട് വിടാനും പാടില്ല. പക്ഷെ അവിടെ ഒരു ചോദ്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ് സ്മാർട്ടാക്കി, പക്ഷെ ആ സ്മാർട്ടാക്കിയ രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഇപ്പം ഉണ്ടോ? കുറവാണ്. അപ്പോൾ ആ ടീച്ചേഴ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ AI-ൻ്റെ ട്രെയിനിങ് കൊടുക്കണം. അതായത് നമ്മൾ ട്രെയിനിങ് സെഷൻ, പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ, ഇപ്പോൾ വെക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷനിലെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? നല്ലൊരു കോഴ്സ്, ട്രെയിനിങ്, ഏതൊരു ട്രെയിനിങ് കോഴ്സ് ആണെങ്കിൽ അതെടുത്തിട്ട് എന്ത് ചെയ്യണം, കുട്ടികളെക്കാൾ അപ്ഡേറ്റഡ് ആവുന്ന രീതിയിലേക്ക് ടീച്ചേഴ്സ് എത്തണം. പക്ഷെ അത് എത്താൻ സാധ്യത കുറവാണ്. കാരണം കുട്ടികളൊക്കെ ജനിച്ചു പോകുന്നത് ഈ ഡിജിറ്റൽ വേൾഡിലേക്കാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെല്ലാം അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ സമയത്ത് ആ കുട്ടികളെ അറ്റ്ലീസ്റ്റ് അവരൊന്ന് കൈപിടിച്ച് വർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ടീച്ചേഴ്സ് ഈ ട്രെയിനിങ് സെഷനൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് ഈ ടീച്ചേഴ്സിന് കൊടുക്കാനുള്ളത്? നിങ്ങളുടെ PSO ആരെങ്കിലും കൊളീഗ്സോ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത് ഈ ഒരു AI ആയിട്ട് ബന്ധപ്പെട്ട്? AI-ൻ്റെ അതായത് എത്രത്തോളം ഏതൊക്കെ ആപ്പുകൾ പഠിക്കാൻ പറ്റുമോ ആ ആപ്പുകളൊക്കെ പഠിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പം സ്കൂളിൽ ചെന്ന് നോക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തും ഈ ഒരു സ്മാർട്ട് ബോർഡ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ആ ഒരു സ്ക്രീനിലേക്കുള്ള എനിക്ക് അറിയില്ല അത് കണക്ട് ചെയ്യാൻ പോലും ചിലപ്പം സ്റ്റുഡൻസിൻ്റെ ഹെൽപ്പാണ് ടീച്ചേഴ്സ് വാങ്ങിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് ഇത് പഠിച്ച് ടീച്ചേഴ്സ് അത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇനി അതല്ലാതെ ഇപ്പം ടൂളുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ChatGPT പറഞ്ഞു, ChatGPT ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ചാറ്റ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ChatGPT യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു കാര്യങ്ങൾ കോണ്ടന്റ് എന്താണ് ജസ്റ്റ് ചോദിക്കുന്നു ഉത്തരം കിട്ടുന്നു അങ്ങനെയാണോ ഉദ്ദേശം? അല്ല ഇതുവരെ മനസ്സിലാക്കിയത് അതിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നതായിട്ട് അറിയോ? ChatGPT ഞാൻ 2022 ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈമിൽ ഇതേപോലെ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കുറേ ChatGPT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അധികം ChatGPT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ആവശ്യം വന്നിട്ടില്ല. ബാക്കിയൊക്കെ മെറ്റീരിയൽസ് റെഫർ ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു വർഷത്തെ മെറ്റീരിയൽ വാങ്ങിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാവും, അതൊന്നും അതിലുണ്ടാവില്ല, പിന്നെ വേറെ വാങ്ങിക്കണം. അപ്പോൾ എന്തൊരു അപ്ഡേഷനും നമ്മളിപ്പോൾ ഇതുവഴി കണ്ടന്റ് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ഐഫറിൻ്റെ AI ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ലെ അത്രയും നല്ല കോഴ്സാണോ നമ്മുടെ ഐഫറിൻ്റെ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എൻ്റെ കെയർ ഓഫിൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് 2 പേര്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ഇൻഫ്ലുവൻസ് ആയ രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഉണ്ടായിരുന്നത്? അതെ അതെ അതെ. അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, അത് ലൈവ് ക്ലാസ്സസും ഉണ്ടായിരുന്നു, പ്രയർ ആയിട്ട് റെക്കോർഡ് ചെയ്ത ക്ലാസ്സസും ഉണ്ടായിരുന്നു. രണ്ടും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് എന്ത് ലൈക്ക് അധിക സ്റ്റാൻഡേർഡ് ഭയങ്കര കുറവുള്ള ഒരു ഡൗട്ടാണെങ്കിലും അത് ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഈവൻ ക്ലാസ്സിൻ്റെ ഇടയിലായാലും. അതല്ലാണ്ട് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി, ബട്ട് സ്റ്റിൽ ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന അപ്ഡേഷൻസ് സാറ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, മാത്രമല്ല നമുക്ക് ഈ ഏത് ടൂളുകളാണെങ്കിലും ഓരോ ദിവസം എന്ത് ചെയ്യണം, പല മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ മുന്നേ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഓക്കെ ക്ലാസ് കഴിഞ്ഞു, പക്ഷേ അതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഓരോ ടൂളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതേപോലെ നമ്മൾ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല നിങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് ഒരു കൊളാബറേഷൻ ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അങ്ങോട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു, ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താ? ഇപ്പോൾ ഒരു സ്മാർട്ട് ടീച്ചറായിട്ട് മാറിയിട്ടുണ്ടോ? ഒരു ട്രഡീഷണൽ നിന്ന് മാറിയിട്ട് ഒരു സ്മാർട്ടായ ഒരു ടീച്ചറായി മാറിയിട്ടുണ്ട് ഈ ഒരു കോഴ്സിന് ശേഷം? ആയിട്ടുണ്ട്. കാരണം ChatGPT-നെ പറ്റി പറഞ്ഞ് കേട്ടിട്ട് മാത്രം യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പ്രോംപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം കറക്റ്റായിട്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിനിപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു റാദർ കമാൻഡ് വേണം എന്നുള്ള അതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഏതൊക്കെ ആപ്പിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മളത് ആ ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായത് യൂസ് ചെയ്തതിന് ശേഷം. ഈവൻ ChatGPT പോലും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്. നമ്മുടെ ക്ലാസ്സിലുള്ള ആ ഒരു പ്രോംപ്റ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാമല്ലോ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്താണ് ചോദിക്കുന്നത് അവർ അതേ തരുള്ളൂ. അപ്പോൾ നമ്മൾ ടൂളിൽ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചാൽ അത് മാത്രമേ അവർ തരുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും റിഫൈൻ ചെയ്ത് ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ. പക്ഷേ ഇതിന് പകരം നമ്മൾ ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഫസ്റ്റ് തന്നെ കിട്ടും എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നമ്മൾ ആരാണെങ്കിലും ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നല്ലൊരു കോണ്ടന്റ് കിട്ടാം. പക്ഷേ നിങ്ങൾ പ്രോംപ്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ആ പ്രോംപ്റ്റ് ജസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ കൊടുത്താൽ എന്താവും, ആ ഒരു ഔട്ട്പുട്ട് ആ ഒരു സെക്കൻഡിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്.